ആരോഗ്യ കേരളത്തിന്റെ ആരോഗ്യ ഡയറക്ടർ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. ഡോക്ടർ മീനാക്ഷി, ഡോക്ടർ റീന ഇത് തമ്മിലുള്ള അടി എന്ന് പറഞ്ഞാൽ ഞാൻ കസേര മാറി കൊടുക്കൂല എന്നാണ് മീനാക്ഷി പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വരെ എത്തിയിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ സർ? അല്ല, കുറച്ച് നല്ല പരിഷ്കാരമായിട്ട് എനിക്ക് വേണം. ഒരു അതെയോ? ഡയറക്ടർക്ക് പകരം 2 ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും ഒരേ റൂമിലേക്ക് എറിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പുറം ഇപ്പുറമായിട്ട് 2 ഡയറക്ടർമാരിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ മാസത്തിനിടക്ക് ഈ പകർച്ചവ്യാധികളുടെ മൂലം മരണപ്പെട്ടത് 41 പേരാണ്. അതായത് അത്രയും പേര് മരിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കേരളം എത്തി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഹെൽത്ത് സയൻസിലെ ഡയറക്ടേഴ്സ് തമ്മിൽ ED തുടങ്ങുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിൽ നിന്ന് ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ ഈ ഇവരെ മാറ്റിയിട്ട് ഡോക്ടർ റീനയെ മാറ്റിയിട്ട് പിന്നെ മീനാക്ഷിയെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ കെ മുരളീധരൻ മറ്റേ പത്രസമ്മേളനം വൈകുന്നേരം നടത്തുന്നു. കെ മുരളീധരൻ പറയുന്നു നാഷണൽ വൈറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ഫലം വന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഉച്ചക്ക് തന്നെ ഫലം വന്നു എന്നുള്ളത് കളക്ടർ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഡയറക്ടർ തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് തുരപ്പൻ പണി എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള തുരപ്പൻ പണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് മാറ്റണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായ തീരുമാനം എടുത്ത് മാറ്റണം, അല്ലാതെ ഇതുപോലെയുള്ള വേഷം കെട്ട് കാണിക്കരുത്. കാരണം കെ മുരളീധരൻ ചെയ്തേക്കണ പണി എന്താണെന്നറിയോ? ഇവര് 2 ദിവസത്തേക്ക് അവധി ചോദിച്ചു. ഈ 2 ദിവസത്തേക്ക് അവധി ചോദിച്ചപ്പോ ഇവര് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് വയറിളക്കമാണ്, അതുകൊണ്ടാണ് അവധി, പക്ഷെ ഞാൻ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് പകരം നേരെ 15 ദിവസത്തേക്ക് ഇവർ അവധി ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറ്റുന്നത്. അതായത് എന്നിട്ടാണ് മീനാക്ഷിയെ പിടിച്ചു വെക്കുന്നത്. ആ മീനാക്ഷിയെ പിടിച്ചു വെക്കുമ്പോഴേക്കും നേരെ തിരിച്ച് അവര് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒറ്റടിക്ക് അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു. കാരണം എന്താ, അവര് 15 ദിവസത്തേക്ക് ലീവ് ചോദിച്ചിട്ടില്ല. അപ്പൊ എൻറ്റയർലി കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് അതല്ലാതെ അവധാനതയോടുകൂടി രാഷ്ട്രീയമായിട്ടൊരു തീരുമാനം എടുക്കുക. അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ കുഴപ്പം കൂടി പറഞ്ഞു. ആ കെ മുരളീധരൻ പറഞ്ഞൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഒന്ന് ഈ പറയുന്ന തുരപ്പൻ പണിയാണ് എന്നുള്ളത് പറഞ്ഞു, ഒരു അണ്ടർമൈനിങ് ആണ്, ഈ പദ്ധതികൾക്ക് തുറമുഖം വെക്കണേ എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ശബരിമലയില് സഹായിച്ചില്ല എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നം എടുത്തിട്ടു. ആ ശബരിമലയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശബരിമലയിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം ഡോക്ടേഴ്സിന് അവിടെ സ്പെയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡയറക്ടർ ആയിട്ടുള്ള റീന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്രത്തോളം ഡയറക്ടറേറ്റിനെ പിൽഗ്രിമേജ് ഓഫീസിലേക്ക്, അവരുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, അവിടെ ഓഫീസുകളിലേക്ക് വേണ്ടി ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന അത്രയും ഡോക്ടേഴ്സിനെ ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം കമ്മീഷണർക്ക് നേരിട്ട് ഇവര് കത്തെഴുതി. അപ്പൊ നേരിട്ട് കത്തെഴുതിയത് ഗവൺമെന്റിനോട് ആലോചിക്കാതെയാണ്. അങ്ങനെ നേരിട്ട് പറയാനുള്ള അധികാരം ഇവർക്ക് ഇല്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയണം. ഇത് യഥാർത്ഥത്തിൽ ഇവര് കേരള അഡ്മിനിസ്ട്രേറ്റീവ്, ആ കാര്യം പിന്നെ പുള്ളി മിണ്ടിയിട്ടില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചേക്കണെന്നറിയോ? അവിടെ ചെന്നിട്ട് ഇവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി എന്നാ പറഞ്ഞേക്കണം. എങ്ങോട്ടാണെന്നറിയാമോ? എറണാകുളം പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലേക്ക്. എറണാകുളത്തെ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലേക്ക് 3 കൊല്ലം കഴിഞ്ഞു ഒരേ പോസ്റ്റിൽ ഇരിക്കണം. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി കൊടുത്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? ഈ കേരളത്തിൽ ഇപ്പൊ ശരിക്കും ആരോഗ്യരംഗത്ത് ഒരു നാഥനില്ല കളരിയായി മാറി. ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ജാനുവരി മുതൽ വന്നതുകൊണ്ട് തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളത് ഓൾറെഡി കെ മുരളീധരൻ തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ സ്വന്തം ഈഗോയേക്കാളും വലിയ ഹർട്ട് ചെയ്യണതിനേക്കാളും ഒക്കെ വലിയ കാര്യമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് അദ്ദേഹം നോക്കണ്ടേ? അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഈ 3 ജില്ലകളിൽ വ്യാപകമായിട്ട് പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേരളം മുഴുവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മാത്രം 13,000 പേരാണ് പനി ബാധിച്ച് ഒരു പെർ ഡേ അഡ്മിറ്റ് ചെയ്യണേ. പെർ ഡേ. ഇത് താങ്കൾ അറിയേണ്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്നവരുടെ കണക്കാണ്ട, പ്രൈവറ്റിൽ വരുന്നവരുടെ കണക്കില്ല. അപ്പൊ എത്ര ഉണ്ടാവും കേരളത്തിൽ? ഒരു 60,000-70,000-ഓളം പേര് പെർ ഡേ പനി ബാധിച്ചിട്ടുണ്ടാവും. അതിൽ എത്ര പേരായിരിക്കും കൂടിയെന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടാവും? വളരെ കുറച്ച് പേര് അഡ്മിറ്റ് ചെയ്യുള്ളൂ. പനി ബാധിച്ച ആരെങ്കിലും അഡ്മിറ്റ് ചെയ്യുമോ? ഒരു 1 ലക്ഷം 2 ലക്ഷം പേർക്ക് പനി ബാധിച്ചാലേ 13,000 പേര് അഡ്മിറ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ?
2 ലക്ഷം പേരിൽ മിക്കവാറും പേര് ഏതെങ്കിലും ഡോളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കും. അതല്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കും. ഇനി കുറച്ചും കൂടി കൂടുതലുള്ളവൻ ചിലപ്പോൾ ഒരു ഡോക്ടറെ പോയി കാണും. അതും തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് ഡോക്ടറെ ആയിരിക്കും. അവരുടെ അവിടെ രജിസ്ട്രേഷൻ ഒന്നും നിയമമില്ല. ഇനി അത് കൂടാതെ ഉള്ളവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു 5-ൽ 1 ഭാഗം ആളുകൾ പോലും ഹോസ്പിറ്റലാകാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞ മിക്കവാറും ഒരു 10% വരെ ഹോസ്പിറ്റലേ ഉണ്ടാവുള്ളൂ. അതെ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എത്ര പേരുണ്ടാവും? അപ്പൊ കേരളത്തിൽ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷെ ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മ്യൂസിക്കൽ ചെയർ കിടക്കണ പോലെയാണ്. മനസ്സിലായി? ഈ ചിലരൊക്കെ ഇരുന്ന് പറയുന്നു മറ്റേ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ മറ്റേ തഹസിൽദാരെ മാറ്റാൻ വേണ്ടിയിട്ട് പഴയ തഹസിൽദാർ ഉം. വരികയും എന്നിട്ട് മറ്റേ ശ്രീനിവാസനെ മറ്റേ ഇതിനകത്ത് പൂട്ടിയിടുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പൊ അതുപോലെയുള്ള ഒരു തമാശയാണ്. തമാശല്ല ഇത്. അത് 41 41 പേരെ പേർ മരിച്ച 41 സാഹചര്യത്തില് പേരെ മരിക്കണം. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കിട്ടും ഈ കണക്ക്, ഈ 41 പേരുടെ കണക്ക്. സർ, ഇതിനു മുമ്പ് 10 വർഷം ഭരിച്ചപ്പോ അതില് 5 വർഷം വീണ ജോർജ് ആയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ആരോഗ്യ രംഗത്ത് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇവര് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിനെ എന്താ പറയാ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തേണ്ടതിന് പകരമല്ലേ ഇപ്പൊ ഈ കസേര കളിയുമായി ബന്ധപ്പെട്ട് ഈ നടക്കുന്നത്? യഥാർത്ഥത്തില് തുറന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പി.കെ. ശ്രീമതി ടീച്ചർ ഭരിച്ചുകൊണ്ടിരുന്നു നേരത്തെ. അതായത് ഇപ്പോഴല്ല, ഈ ഉം. പിണറായി കാലത്തല്ല, അതിന് മുമ്പത്തെ മുമ്പ്. കാലത്ത് വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് പി.കെ. ശ്രീമതി ടീച്ചർ ഭരിച്ചുകൊണ്ടിരുന്നു. ഈ പി.കെ. ശ്രീമതി ടീച്ചർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ അപ്രീസിയേഷൻ കിട്ടിയോ? ഇല്ല. പക്ഷെ ഇപ്പൊ ഇരുന്ന് ഇല്ല അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഇരുന്ന് പറയണ്ട അവര് ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു എന്നൊക്കെ അദ്ദേഹം ഇന്ന് പറയണ്ട. എനിക്കറിയില്ല. ഞാൻ പറയണത് ഇതിന് ശേഷം പിണറായി സർക്കാരിന്റെ കാലത്ത് ശരിക്കും ശൈല ടീച്ചർ ഇരുന്നപ്പോഴത്തേക്ക് അവർക്ക് വലിയ അപ്രീസിയേഷൻ ഒന്നും കിട്ടിയില്ല. അവർ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, കിട്ടി, അവർ നല്ലതായിരുന്നു ഒക്കെ പറഞ്ഞു. ഉം. ഓക്കെ, ഏറ്റവും ഒടുവിൽ മറ്റേ കോവിഡ് ഒക്കെ പ്രതിരോധിച്ചപ്പോഴത്തേക്കും വന്നു. ഈ വീണ ജോർജിന്റെ കേസിലും പിണറായി വിജയന്റെ കേസിലും ഞാൻ വിചാരിക്കുന്നില്ല വലിയ കുഴപ്പങ്ങൾ ഉണ്ടായി എന്നുള്ളത്. ശരിയാണ്, ആ വീണ ജോർജ് ഈ പറയുന്ന പ്രശ്നങ്ങളെ ഓട് റിയാക്ട് ചെയ്യുന്നതിൽ അവർക്കൊരു കുഴപ്പം പറ്റി. കാരണം അവർ ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ അപ്പം തന്നെ അന്വേഷിച്ച് അന്വേഷണത്തിന് ഉത്തരവിടും, റിപ്പോർട്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവരല്ല ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി നിന്നുള്ള സജീവനാണ് അവിടെ ഉം. ഇരുന്നിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു ക്ലർക്കാണ്, നിങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ മുകളിലേക്ക് പാർട്ടിയിലുള്ള ഒരാൾ വരുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഉണ്ടായിട്ടുള്ളത്. ഇവര് മന്ത്രിയാണെന്ന് നടക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അതിലും യഥാർത്ഥത്തിൽ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ആരോഗ്യരംഗത്തെ കുഴപ്പങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ പ്രചരണം മാധ്യമങ്ങൾ മനഃപൂർവ്വം നടത്തിയാണ്. ഈ വീണ ഇരിക്കുമ്പോഴല്ല ശരിക്കും പറഞ്ഞാൽ കത്രിക വയറ്റി കുടുങ്ങിയ സംഭവം ഉണ്ടാവുന്നത്. പക്ഷെ അതിനു മുമ്പ് ഉണ്ടായതാണ്. പക്ഷെ അതെല്ലാം തന്നെ വലിയ തോതിൽ പർവ്വതീകരിച്ചു. അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇപ്പൊ താങ്കൾ ഒരു 10 ദിവസം അടുപ്പിച്ച് മാധ്യമം കണ്ടു, താങ്കൾക്ക് തോന്നും കാഫിർ സ്ക്രീൻഷോട്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നും. ഉം. ഈ നാട്ടില് വോട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ എന്തോരം സ്ക്രീൻഷോട്ടുകൾ, എന്തോരം തലവേദനകൾ, എന്തോരം പ്രശ്നങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കേണ്ടതെന്ന് അറിയോ ലോക്കലായിട്ട്? ഉം. നിരവധി ആളുകൾ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒരു 50 എണ്ണം നിങ്ങൾക്ക് വെച്ച് തരാം. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉം. തറപ്പണി കാണിച്ചേക്കുന്ന ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തു തരാം, കാണിച്ചു തരാം. പക്ഷെ ഇതെന്തോ ഈ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാഫി സ്ക്രീൻഷോട്ട് CPM പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വാർത്തയൊക്കെയാണ്. നമുക്ക് അതുമാത്രം ഓർമ്മയുള്ളൂ. അതേസമയം ഈ കഴിഞ്ഞ ഇനി ഏറ്റവും പോട്ടെ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരടക്കം പാണക്കാട് തങ്ങളടക്കം പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ഉം. ലീഗിന് വോട്ട് ചെയ്യണം. ഇതൊന്നും വിഷയവുമില്ല. ഓരോരുത്തരുടെ മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അവര് പിക്ക് ചെയ്യുന്ന വാർത്തകൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ പിക്ക് ചെയ്തിട്ടുള്ള വാർത്തകളാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ പിക്ക് ചെയ്യുന്നില്ല വാർത്ത. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആളുകൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യണത് അവര് തമ്മിൽ അത് മ്യൂസിക് ചെയർ കളിക്കുകയാണ്. ആര്, മീനാക്ഷിയും റീനയും റീനയും. തമ്മിൽ എന്ത് ചെയ്യുന്നു, ചുറ്റും ഓടുന്നു, ഒരു മ്യൂസിക് വെച്ച് കൊടുക്കുന്നു, മ്യൂസിക് നിൽക്കുമ്പോഴത്തേക്കും ആര് കസേര ചാടിയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ കേരളത്തിന്റെ ബാക്കിയുള്ള സിസ്റ്റത്തെ മുഴുവൻ, കേരളം മുഴുവൻ ഏകോപിപ്പിക്കേണ്ട ഒരു മെഡിക്കൽ ഡയറക്ടറുടെ തസ്തികയാണത്. ഓൾറെഡി മഴക്കാല ശുചീകരണം നടന്നിട്ടില്ല. 41 പേര് മരിച്ചു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഡെയിലി പനി പിടിക്കുന്നു. അതിൽ തന്നെ 13,000 പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് നോക്കണ്ടേത്. 20-27 പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ തന്നെ മരിച്ചിട്ടുണ്ടെന്നാണ്. 23ഓളം പേര്, എന്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇത് എവിടെ നിന്നാണ് ഈ പറയണത്. ഇതിന് ഗൗരവത്തിലാ മാധ്യമങ്ങൾ ഇതിനെടുക്കുന്നുണ്ടോ?
എല്ലാ പത്രത്തിലും വന്നെ. ഞാൻ ഇന്ന് തന്നെ 4 പത്രം നോക്കിയിട്ട് വരാം. ഈ വാർത്ത ഞാൻ വായിച്ചു നോക്കി. വാർത്തയിൽ ഒരു ഗുരുതരമായിട്ടുള്ള കാര്യമില്ല. കസേര കിട്ടി, കസേര പോണു, കസേര കിട്ടി. ഇനി അടുത്തത് വലിയ പ്രാധാന്യത്തോടുകൂടി പത്രം പ്രസിദ്ധീകരിച്ചേക്കണേ. ഞങ്ങൾ ഇതിനെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ വിധിയുണ്ടായി. അവരെ റീഇൻസ്റ്റേറ്റ് ഉം. ചെയ്യണമെന്ന് പറഞ്ഞു. നേരത്തെ ബി എ ശോകന് ഇതുപോലെ വിധി കിട്ടിയപ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ എടുത്തു വെച്ചത്? പിണറായി വിജയന്റെ പോക്കൃത്തരാണ്, അദ്ദേഹത്തെ അവിടെ ഇരുത്തണോ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതേ അതെ. യാഡ് സ്റ്റിക്ക് വെച്ച് അതേ മാനദണ്ഡം വെച്ച് നിങ്ങൾ അളക്കണമെങ്കിൽ ഇവര് ഇരുത്തണ്ടേ? ഇപ്പൊ മീനാക്ഷി പറയണെന്താ, ഗവൺമെന്റ് പറഞ്ഞ മാറി തരാന്നാണ്. ഗവൺമെന്റ് എന്താ അതെ. പറയാത്തത്? ഗവൺമെന്റ് പറയുന്നില്ലെന്ന് മാത്രമല്ല, ഉം. ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞേക്കണ കാര്യം എന്ന് പറയാം, ഉം. ഞങ്ങള് മറ്റേ കോടതിയിലേക്ക് പോകുന്നതാണ്, അങ്ങോട്ട് മേൽക്കോടതികളിലേക്ക് ഉം. പോകുന്നാണ് പറയുന്നത് പോകുന്നു. അപ്പീലിന്. ആരുടെ കാശെടുത്ത് എന്തിനു വേണ്ടി? ഇവര് 30 കൊല്ലം പരിചയമുള്ള ഒരാളാണ് റീന. അവര് കുറച്ച് അഹങ്കാരത്തോടും അതുപോലെ തന്നെ ധിക്കാരമായിട്ടും ഒക്കെ ആളുകളോട് ഉം. പെരുമാറുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അത്. പക്ഷെ എങ്കിൽ പോലും അവരിപ്പോ മന്ത്രിയോട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് തെറ്റാണെന്നുള്ള ഉം. അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ഈഗോയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ സിസ്റ്റത്തെ പിടിച്ചിരുത്താൻ മന്ത്രി നോക്കണ്ടേ? അദ്ദേഹത്തിന് വന്ന സമയത്തേ കോംപ്ലക്സ് അടിച്ചു എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ആകെ 1 മാസവും മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളൂ ഇതിനു മുമ്പ്. കാരണം 1 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ വടക്കാഞ്ചേരിയിലെ ആളുകൾ തോപ്പിച്ചോടുകൂടി പുള്ളി എന്ത് ചെയ്തു? ഉം. സ്ഥലം വിട്ട്. മനസ്സിലായ? പുള്ളി KPC പ്രസിഡന്റ് ആയിരുന്ന ആള് മന്ത്രിയായി. മന്ത്രിയായിട്ട് പുള്ളി 1 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മന്ത്രി തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് പുള്ളിക്ക് സ്ഥലം വിടേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം പുള്ളിക്ക് ഒരു പരിചയമില്ല. പുള്ളി മാത്രമേ ഉള്ളൂ VD സതീശന്റെ ഒപ്പം നിൽക്കുന്ന കൂട്ടത്തിലുള്ളത് അവിടെ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഈ സിസ്റ്റം എങ്ങനെ പ്രോപ്പർലി കൊണ്ടുപോകുന്നു? ആ സിസ്റ്റത്തിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരാള്, താങ്കൾക്ക് തോന്നുന്നുണ്ട് ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ഒരാള് ഒരു 10 ദിവസം, ഒരു 5 ദിവസം അലസമായിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓഫീസിലെ സ്റ്റാഫ് എല്ലാം ടൈമിന് വരുമോ? ഓക്കെ. പിന്നെ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ഇവര് ഈ പറയണത്? ഡോക്ടർ റീനയെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുന്നില്ല. അപ്പൊ മീനാക്ഷിയാണ് പങ്കെടുക്കണം. മീനാക്ഷി ആണെങ്കിൽ മിനിഞ്ഞാന്ന് വന്ന കസേരയിലേക്ക് ഇരുന്നേ ഉള്ളൂ. മീനാക്ഷി അപ്പുറത്തിരിക്കുന്നു, നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന പോലെ മീനാക്ഷി അവിടെ അതെ. ഇരിക്കുന്നു, റീന ഇവിടെ ഇരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥ ഫയലായിട്ട് വന്ന് ഇത് ആർക്ക് കൊടുക്കുമെന്ന് പറയുന്ന ഗവൺമെന്റ് പറയണത് എന്താ? ഇനി തിങ്കളാഴ്ച കോടതി വരുമ്പോ കോടതി ഇത് പരിഗണിച്ച് ഉത്തരവിടുന്നത് വരെ ഈ സ്ഥിതി തുടരുമോ? ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തൽക്കാലത്തേക്ക് മാറി വെക്കാണ്ട് അവരെന്ത് ചെയ്യട്ടെ? അതായത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഉത്തരവ് കിട്ടിയില്ല എന്നാണ് ഡോക്ടർ മീനാക്ഷി പറയുന്നത്. പക്ഷേ ട്രിബ്യൂണലിന്റെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ സാധാരണ അതാണല്ലോ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഉത്തരവ് കൊടുക്കേണ്ടത് ആരാണ്? രതീഷ് ചക്രവാണിയോ പ്രജിതയോ അല്ലല്ലോ ഉത്തരവ് കൊടുക്കണ്ടേ? സർക്കാരല്ലേ? സർക്കാർ എന്ത് നോക്കിക്കിടേണ്? സർക്കാർ അന്ന് തന്നെ ഇത് ഉത്തരവ് കൊടുത്ത് ഒന്നില്ലെങ്കിൽ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയണം ഇത് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് കോടതി പറയണ്ടേ, ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പറയണ്ടേ, ഞങ്ങൾക്കിത് അപ്പീൽ പോകാനുള്ള സമയം തന്നെ. ഇനി വേണ്ട, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രി മെസ്സേജ് കൊടുക്ക്, നിങ്ങൾ മീനാക്ഷിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തോ ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലെന്ന്. ഇത് ആകെ ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ മീനാക്ഷിയും ഡോക്ടർ റീനിയും കൂടി കസേര കളിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. അവരൊരു മ്യൂസിക്കൽ ചെയർ കഴിക്കട്ടെ, വേണമെങ്കിൽ നടുവിൽ നിന്നിട്ട് കേബിൾ ഇതരം വിസിൽ ഊതട്ടെ, നമുക്ക് ആർക്കും പ്രശ്നമില്ല. പ്രശ്നം ഇത് മെഡിക്കൽ ഡയറക്ടറുടെ എന്താണെന്നേ, ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ സർവീസസിന്റെ സീറ്റാണ്. ഇനി അവര് ചെയ്യണ പണി മന്ത്രിക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു ഓഫീസിലാണെങ്കിൽ ഓക്കെ, ആ പണി വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് ഏൽപ്പിക്കും. ഇത് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? അവര് ഡോക്ടറാണ്, അവർക്ക് മേഖലകളിൽ പരിചയമുള്ളതാണ്. താഴെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ കെ മുരളീധരനെ വിളിച്ചിട്ട് മറ്റേ നിപ്പയുടെ മറ്റേ ഇത് തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് ഗുരുതരമായ പ്രശ്നമാണ്.